ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അത് കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് വരികയും ചെയ്തു. അതായത് കഴിഞ്ഞ 3 ദിവസമായിട്ട് കണ്ടില്ലല്ലോ, എന്ത് പറ്റി എന്നുള്ള ഒരു കമൻറ്റാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിശദീകരണം. ഒന്നും സംഭവിച്ചിട്ടില്ല. പെരുന്നാളായതുകൊണ്ട് 1-2 ദിവസം ഒരു ട്രിപ്പ് പോയി എന്നുള്ളത് മാത്രമാണ്. മൂന്നാർ, വട്ടവട ആ സ്ഥലങ്ങളിലാണ് ട്രിപ്പ് പോയത്. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാൻ സാധിക്കാത്തത്. ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് അപ്ഡേറ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിലായിക്കൊണ്ട് വന്നു. അതൊക്കെ മിസ്സായി. അപ്പോൾ ആ ഒരു നേരിട്ട അസൗകര്യത്തിന് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഈ വീഡിയോ തുടങ്ങുന്നത്. ഏതായാലും കണ്ടന്റിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ആഷ്ലി വെസ്റ്റ്വുഡിന് വേണ്ടി ശ്രമിക്കുന്നത്? അതാണ് ഈ കണ്ടന്റ്. അതായത് നമുക്കറിയാം, ഡേവിഡ് കാറ്റ്ലയെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കി കഴിഞ്ഞു. അദ്ദേഹം ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലക സ്ഥാനത്തുണ്ടാവില്ല എന്നുള്ളത് മാധ്യമങ്ങൾ എല്ലാവരും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. പകരം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആഷ്ലി വെസ്റ്റ്വുഡിന് വേണ്ടിയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ശ്രമിക്കുന്നത്. ഉടൻ തന്നെ ഒഫീഷ്യലാകും എന്നാണ് ഖേൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഈ പരിശീലകന് വേണ്ടി ശ്രമിക്കുന്നത്, അതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ കൊണ്ടുവരാൻ തീരുമാനിച്ചത്? അതിനുള്ള ചില കാരണങ്ങൾ ഖേൽ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് വിശദമായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമായി വരുന്നത് ലീഗിനെയും അതുപോലെ തന്നെ ഇവിടുത്തെ താരങ്ങളെയും അറിയുന്ന ഒരു പരിശീലകനെയാണ്. ആ നിലക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആഷ്ലി വെസ്റ്റ്വുഡിനെ ഇപ്പോൾ പരിഗണിക്കുന്നത്. ഡൊമസ്റ്റിക് താരങ്ങളെക്കുറിച്ച് നന്നായി അറിവുള്ള ഒരു പരിശീലകനാണ് ഇദ്ദേഹം. 2013 ഒന്നുമല്ലാതിരുന്ന ബംഗളൂരു FC ഉണ്ടാക്കിയെടുത്തതിൻ്റെ ക്രെഡിറ്റ് ഇദ്ദേഹത്തിനാണ്. 2 ഐ ലീഗ് കിരീടങ്ങളും ഒരു ഫെഡറേഷൻ കപ്പും 3 വർഷത്തിനിടെ ബംഗളൂരു FCക്ക് നേടിക്കൊടുക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു. ടീമിനകത്ത് നല്ല ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു പരിശീലകനാണ് ആഷ്ലി വെസ്റ്റ്വുഡ്. വളരെ കഠിനമായ പരിശീലന രീതികളാണ് ഇദ്ദേഹത്തിനുള്ളത്. GPS ട്രാക്കിംഗ് സിസ്റ്റം വരെ ഇദ്ദേഹം ഉപയോഗപ്പെടുത്താറുണ്ട്. ATK, പഞ്ചാബ് FC തുടങ്ങിയ ക്ലബ്ബുകളിലും ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ താരങ്ങളുടെ മൈൻഡ് സെറ്റ് നന്നായി അറിയുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നാലും ISLുമായി ഇണങ്ങിച്ചേരാൻ അദ്ദേഹത്തിന് അധികം സമയം വേണ്ടി വരില്ല എന്നാണ് ഇപ്പോൾ ക്ലബ്ബ് മാനേജ്മെന്റ് പ്രതീക്ഷിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ, ഹോങ്കോങ് എന്നീ ദേശീയ ടീമുകളെ ഇദ്ദേഹം പിന്നീട് പരിശീലിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ വെസ്റ്റ്വുഡ് ഫ്രീ ഏജന്റ് ആണ്, മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അദ്ദേഹവുമായി ബ്ലാസ്റ്റേഴ്സിന്റെ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിഫൻസീവ് ഓർഗനൈസേഷന് പ്രാധാന്യം നൽകുന്ന വർക്ക് റേറ്റിനും ക്വിക്ക് ട്രാൻസിഷനും പേരുകെട്ട ഒരു പരിശീലകനാണ് ആഷ്ലി വെസ്റ്റ്വുഡ്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത്തരത്തിൽ പ്രൊഫൈലുള്ള ഒരു പരിശീലകനെയാണ് ആവശ്യമായി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അനുയോജ്യനായ ഒരു പരിശീലകനാണ് എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ വിശ്വസിക്കുന്നത്. ഇതൊക്കെയാണ് ഖേൽ ഒരു വിലയിരുത്തലായിക്കൊണ്ട് നടത്തിയിട്ടുള്ളത്. അതായത് നിലവിൽ ബ്ലാസ്റ്റേഴ്സിന് പറ്റിയ ഒരു പ്രൊഫൈൽ അത് ആഷ്ലി വെസ്റ്റ്വുഡ് ആണ്. ഇന്ത്യൻ താരങ്ങളെയും ഇന്ത്യൻ സാഹചര്യത്തെയും നന്നായി അറിയുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. തകർന്നടിയുന്ന ടീമുകളെ കരകയറ്റി കൊണ്ടുവരാനുള്ള ഒരു കഴിവ് ഇദ്ദേഹത്തിനുണ്ട്. ബംഗളൂരു FCയിൽ അദ്ദേഹം അത് തെളിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിനെ ഈ ഒരു പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റാൻ ആഷ്ലി വെസ്റ്റ്വുഡിന് കഴിയും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീം കാണാം.